സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ത് വാങ്ങിക്കാനാണ് പോണേന്നുള്ള കാര്യം. അത് ഏച്ചിക്കൊണ്ട് ഹെൽമെറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ കുറച്ചായി വിചാരിക്കുന്നു ഏച്ചിക്കൊന്ന് ഹെൽമെറ്റ് വാങ്ങിക്കണം എന്നുള്ളത്. ആളെ കുഞ്ഞിതായിട്ട് കുറച്ചും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പെൻഡിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര പോകുന്നത് എവിടെ പോയാലും ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത്. അതുപോലെ തന്നെ കൊച്ചിനും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽമെറ്റ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്കന് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കിച്ചോട് പറയുമായിരുന്നു ഇച്ചിക്കൂട്ടന് പറ്റിയത് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിത് മറ്റേ ഹെൽമെറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ചേട്ടനടുത്ത് പറഞ്ഞു ചെറുത് മതി കേട്ടോ, ഏറ്റവും ചെറുത് മതി. ഏറ്റവും ചെറുത് മറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നാ അവൻ്റെ ചെവിയിൽ നിന്ന് കീപ്പോട്ട് താഴത്തേക്ക് ഇറങ്ങത്തില്ല. എനിക്ക് മനസ്സിലായി ദൈവം ഇതിലും കുഞ്ഞ് ഹെൽമെറ്റൊക്കെ ഉണ്ടോയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കളക്ഷൻസൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ഇവന് പറ്റിയത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് വെച്ചപ്പോൾ അവന് ഭയങ്കര വെയിറ്റാന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. വലുതാ ഇത് വേണ്ട എന്നൊക്കെ പറയും. പിന്നെ കുറേ കാർട്ടൂൺ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പല കളറിലുള്ള. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അങ്ങ് വെച്ചിട്ട് അങ്ങ് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അവൻ തലയിൽ വെച്ചപ്പോൾ ഇങ്ങനെ കുഞ്ഞിക്കുവാ, നേരെ നിൽക്കുന്നുണ്ടായില്ല കേട്ടോ. പക്ഷേ എന്നാലും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേടി എന്ന് പറയുമ്പോൾ കിച്ചൺ നോക്കിയാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് തലയിൽ വെച്ച് കഴിയുമ്പോൾ അവന് ഭയങ്കര വെയിറ്റായിട്ട് തോന്നുമെന്നൊക്കെ. പക്ഷേ പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു, അവന് കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഹെൽമെറ്റ് നോക്കിയതിന് ശേഷം അവന് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഹെൽമെറ്റാണ് കേട്ടോ. അവന് വെച്ചിട്ടും അവൻ പറയുന്നത് എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, അവന് വേദന ഒന്നും എടുക്കുന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ ഹെൽമെറ്റൊക്കെ വെച്ച സമയത്ത് അവന് ചെവിയുടെ അവിടെ ഒരു വെയിറ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു വേദന പോലെ. അപ്പോൾ അതുകൊണ്ട് അതവന് ഇഷ്ടമായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്ഷനിലിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇതും വലിയ കുഴപ്പമുണ്ടായില്ല, ഇതും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ കസ്റ്റമർ ഡീലിങ് അടിപൊളിയാണ് കേട്ടോ. ചേട്ടനോരെ ചേച്ചിയായാലും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അവന് മാച്ച് ചെയ്ത് അവൻ്റെ കൂടെ തന്നെ നിന്ന് എല്ലാം കറക്റ്റായി സെറ്റാക്കാൻ പറ്റിയ ഹെൽമെറ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഹെൽമെറ്റ് വെച്ച് നോക്കിയതിന് ശേഷം പുള്ളിക്ക് ഈ ഒരു ഹെൽമെറ്റാണ് കേട്ടോ ഇഷ്ടം. അതൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് മതി എന്നാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് ഇത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ പുറമെ കണ്ണാടിയിലൊക്കെ വെച്ച്, കണ്ണാടി അവിടെ ഉണ്ട്, അത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കണ്ണാടിയിലൊക്കെ വെച്ചപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായിട്ട് അയ്യോ അച്ഛയ്ക്ക് അമ്മൂന് ഹെൽമെറ്റ് ഉണ്ടാവും, എച്ചാനും ഹെൽമെറ്റ് വാങ്ങിച്ചു എന്നൊക്കെ അവിടെ നിന്ന് പറയാം. ചേട്ടന്മാരടുത്ത് ഭയങ്കര അമ്പനിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണാടിയിലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവന് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ ഉറപ്പിച്ചാണ് ഇത് എടുക്കാം, അവനും ഓക്കെ ആണല്ലോ. അവൻ വെച്ചിട്ട് അവൻ വേദനയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നേരത്തെ ഹെൽമെറ്റ് വെച്ച സമയത്ത് അതൊക്കെ ഭയങ്കര വെയിറ്റ് ആണെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് അവൻ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹെൽമെറ്റൊക്കെ എടുത്തു. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന് വീട്ടിലോട്ട് പോവല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയത്. ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ചെക്കൻ അങ്ങനെ